കണ്ടോ പതഞ്ഞ് പൊങ്ങി നിൽക്കുന്നുണ്ടോ? ഈ ഐറ്റമാണ് നമ്മൾ ചീരയ്ക്ക് കൊടുക്കാൻ പോകുന്ന ആ ഒരു ലിക്വിഡ് വളം. നമുക്ക് ₹1 പോലും ചിലവില്ലാത്തൊരു വളമാണ് ഞാൻ ഇപ്പോഴും കാണിച്ചിരിക്കുന്നത്. ഇന്നും നമ്മൾ ചീരയ്ക്ക് കൊടുക്കാൻ പറ്റുന്ന ₹1 പോലും ചിലവില്ലാത്തൊരു വളത്തെക്കുറിച്ചാണ് പറയാൻ പോകുന്നത് കേട്ടോ. നമ്മുടെ ചീര ഇപ്പം നിങ്ങൾക്കറിയാം, നമ്മുടെ ചീരയുടെ ഒരു വീഡിയോ കഴിഞ്ഞ 2-3 ദിവസം കൊണ്ട് വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ഒരു ചീരയുടെ വളർച്ചയും നിങ്ങൾക്ക് വളരെ പെട്ടെന്ന് തന്നെ മനസ്സിലാകും. നമ്മുടെ ചീര ഒരു 5-6 ദിവസം കൊണ്ട് തന്നെ നല്ല ഇലയിലേക്ക്, ഒരു 6-7 ഇലയിലേക്ക് ആയിട്ടുണ്ട്. അപ്പം ഇനി ഇതിന് വളർച്ച വളരെ പെട്ടെന്നായിരിക്കണം. അതിനുവേണ്ടി നമുക്ക് കൊടുക്കാൻ കഴിയുന്ന ഒരു വളം, അല്ലെങ്കിൽ നമുക്കറിയാം, ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്, നമുക്ക് എപ്പോഴും ലിക്വിഡ് രൂപമുള്ള വളങ്ങളാണ് ഇനി ചീരയ്ക്ക് അല്ലെങ്കിൽ ഇതുപോലുള്ള സസ്യങ്ങൾക്ക് കൊടുക്കാൻ പറ്റുന്നത്. പിന്നെ നമുക്ക് കൊടുക്കാൻ പറ്റുന്ന, ഞാൻ പറഞ്ഞ ₹1 പോലും ചിലവില്ലാത്ത വളം എന്ന് പറയുന്നത് ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാവേ. ഇതുപോലെ 2 മുയലുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഞാൻ പറഞ്ഞതിൻ്റെ തൊട്ട് ₹1 പോലും ചിലവില്ലാത്ത ആ ഒരു വളം ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അതിനിട്ട് സാധനം നിറഞ്ഞത് നമുക്ക് താഴെ കാണാൻ പറ്റുന്നതാണല്ലോ. നമ്മുടെ ഒരു മുയലും കാഷ്ടം എന്നൊക്കെ പറയുന്ന ഈ ഒരു ഐറ്റം വെച്ചിട്ടാണ് നമ്മൾ ആ ഒരു ലിക്വിഡ് രൂപമുള്ള വളം ഉണ്ടാക്കുന്നത്. ഇനിയിപ്പോൾ മുയലില്ലാത്തവർക്ക് ആടുള്ള വീടാണെങ്കിൽ ആട്ടിൻ കാഷ്ടമാണെങ്കിലും മതിയാകും കേട്ടോ. അപ്പം ഈ ഒരു ആട്ടിൻ കാഷ്ടം അല്ലെങ്കിൽ മുയലും കാഷ്ടമാണ് നമുക്ക് നല്ല രീതിയിലുള്ളൊരു ലിക്വിഡ് രൂപമുള്ള വളം നമുക്കാക്കാൻ കഴിയുന്നത്. ഞാനിവിടെ ചാക്കിൽ ഓൾറെഡി ഞാൻ ഈ മുയലിൻ്റെ കാഷ്ടം ഇപ്പോൾ മാറ്റി വെച്ചിരിക്കുന്നതാണ്. ചൂട് കളഞ്ഞ് വെള്ളം ഒഴിച്ച് ചൂട് കളഞ്ഞ് മാറ്റി വെക്കും. ചൂട് എപ്പോഴും കളയണം കേട്ടോ, അല്ലെങ്കിൽ ഇത് നമ്മുടെ ഈ ഒരു ഇടുന്ന സസ്യങ്ങളെല്ലാം പെട്ടെന്ന് കരിഞ്ഞു പോകാൻ സാധ്യത കൂടുതലാണ്. അപ്പം നമുക്കിതിനെ ഇങ്ങനെയല്ല വേണ്ടതെന്ന് ഞാൻ ലിക്വിഡ് രൂപേണെന്ന് പറഞ്ഞിരുന്നു. അതുകൊണ്ട് തന്നെ നമ്മളൊരു 3-4 ദിവസങ്ങൾക്ക് മുമ്പ് അപ്പുറത്തിരിക്കുന്ന ഈ ഒരു അടച്ചു വെച്ചിരിക്കുന്ന ആ ഒരു ബക്കറ്റ് നിങ്ങൾ കാണുന്നുണ്ടാവും. ഞാൻ ജസ്റ്റ് ഒന്ന് തുറന്ന് കാണിക്കാം കേട്ടോ. കണ്ടോ പതഞ്ഞ് പൊങ്ങി നിൽക്കുന്നുണ്ടോ? ഈ ഐറ്റമാണ് നമ്മൾ ചീരയ്ക്ക് കൊടുക്കാൻ പോകുന്ന ആ ഒരു ലിക്വിഡ് വളം. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എന്താണ് ചെയ്തിരിക്കുന്നത് വെച്ചാൽ, നമ്മുടെ ഈ ഒരു മുയലിൻ്റെ കാഷ്ടം 4 ദിവസം മുമ്പ് വെള്ളത്തിലിട്ട് വെച്ച ഒരു പരുവാണ് ഈ കാണുന്നത്. ഞാൻ ജസ്റ്റ് ഈ ഒരു നെറ്റ് വെച്ചൊന്ന് കുറച്ചൊന്ന് കോരി മാറ്റി കാണിക്കാം. ഇതാണ്ടോ നമ്മുടെ ആ ഒരു മുയലും കാഷ്ടം തന്നെയാണിത്. ഇതിനെ നമുക്ക് കുറച്ചെടുത്തിട്ടേ ഇത് ഈ ഒരു ഇതിനകത്തേക്ക് മാറ്റി വെക്കാം. കാരണം നമുക്ക് ഇതല്ല വേണ്ടുന്നത്, ഈ കിടക്കുന്ന വെള്ളമാണ്. നമ്മുടെ ആ ഒരു ആട്ടിൻ കാഷ്ടത്തിൻ്റെ വെള്ളം നമുക്ക് കാണാൻ പറ്റും. നമ്മുടെ ഒരു ചാണകത്തിൻ്റെ ചെറിയ കളറിലേക്ക് ആ ഒരു വെള്ളം മാറിയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു വെള്ളമാണ് നമുക്ക് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ഈ ഒരു ചീരകൾക്ക് ഒഴിക്കാൻ പോകുന്നത്. അപ്പോൾ അതെങ്ങനെയാണെന്ന് വെച്ചാൽ, ഞാൻ പറഞ്ഞതിൻ്റെ കൂട്ടി ആദ്യം നമുക്ക് ഈ ഒരു മുഴുവൻ ആട്ടിൻ കാഷ്ടവും ഈ ഒരു വെള്ളത്തിൽ നിന്ന് ഇങ്ങനെ എടുത്തു മാറ്റണം. അതായത് ഈ ആട്ടിൻ കാഷ്ടം മാറ്റി വെച്ചാൽ നമുക്ക് മറ്റേതെങ്കിലും ഒരു കൃഷിക്ക് ഇട്ട് കൊടുക്കാവുന്നതാണ്. കാരണം നല്ല നനഞ്ഞ് കുതിർന്നിരിക്കുന്നതുകൊണ്ട് പെട്ടെന്ന് തന്നെ അത് വളമായിട്ട് മാറും. അപ്പോൾ നമുക്കിത് കളയേണ്ട ആവശ്യമില്ല. ആട്ടിൻ കാഷ്ടം അല്ല, ക്ഷമിക്കണം, മുയലും കാഷ്ടം കേട്ടോ. അപ്പോൾ നമുക്കിത് ജസ്റ്റ് ഇങ്ങനെ ഒന്ന് മാറ്റി വെച്ചേക്കാം. ഞാനപ്പോഴാ മുയലും കാഷ്ടം മുഴുവൻ ഈ ഒരു ഡിഷിലേക്ക് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനെ നന്നായിട്ടൊന്ന് അടി കൂട്ടി ഇളക്കുമ്പോൾ ഇതിന് അടിഭാഗത്തും കുറേ ആട്ടിൻ കാഷ്ടം അടിഞ്ഞിട്ടുണ്ടാവും കേട്ടോ. അപ്പം നമുക്കിതിൻ്റെ കളർ കാണുന്നപ്പോൾ വ്യക്തമായിട്ട് ഇപ്പം കാണാൻ പറ്റും. ഈ ഒരു പരുവത്തിലായി കേട്ടോ. നമുക്കിനി ചെയ്യേണ്ടുന്നത് ഇതിന് മറ്റൊരു ബക്കറ്റിലേക്ക് മാറ്റിയിട്ട് കുറച്ച് വെള്ളം കൂടെ, അതായത് നമ്മളൊരു 3-4 ലിറ്റർ ഈ ഒരു ലിക്വിഡ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു 1-1.5 ലിറ്റർ വെള്ളമോടെ ചേർത്തിട്ട് നമുക്ക് ഒഴിക്കാൻ പറ്റും. അപ്പോൾ ഞാൻ ജസ്റ്റ് കാണിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഈ ഒരു കപ്പിനകത്ത് കുറച്ച് കോരി ആ ഒരു ബക്കറ്റിനകത്തേക്ക് മാറ്റാം. ആ ബക്കറ്റിലേക്ക് മാറ്റുമ്പോൾ നമുക്കിതിൻ്റെ കളർ വ്യക്തമായിട്ട് കാണാം. കാരണം അത് വെള്ള ബക്കറ്റ് ആയതുകൊണ്ട് ഇതാണ്ടോ നമ്മുടെ കറക്റ്റ് ഞാൻ പറഞ്ഞിട്ടുണ്ട്, ചാണക വെള്ളം കലക്കുന്ന ആ ഒരു കളർ തന്നെ ആയിരിക്കും ഇതിനുള്ളത്. ഞാനിപ്പോൾ ഏകദേശം ഒരു 3-4 ലിറ്റർ വെള്ളമാണ് ഇപ്പോൾ അതിലേക്ക് മാറ്റുന്നത്. ഏകദേശം ഒരു 4-5 ലിറ്റർ വെള്ളത്തോളം ഈ ഒരു മാറ്റിയിട്ടുണ്ട്, അതായത് ലിക്വിഡ് മാറ്റിയിട്ടുണ്ട്. ഇനി നമുക്കിതിനകത്തേക്ക് കുറച്ച് വെള്ളവും കൂടെ കേട്ടോ, പച്ച വെള്ളം കൂടെ നമുക്ക് വെക്കാം. അതിനുവേണ്ടി ഞാൻ ഈ ബക്കറ്റിൻ്റെ ഒരു പൈപ്പിൻ്റെ ചോട്ടിലേക്ക് വെച്ചിട്ട് കുറച്ചേ തുറന്നുവിടുന്നുള്ളൂ. നമുക്ക് ഈ ഒരു ചാണകത്തിൻ്റെ ഒരു സ്മെല്ലുണ്ട് കേട്ടോ അതിന്. ശരിക്കും പറഞ്ഞാൽ അത് പൊടിഞ്ഞ് നമുക്കറിയാമല്ലോ, അങ്ങനെ ചാണകത്തിൻ്റെ പോലൊരു സ്മെല്ല് വരും. നല്ല അടിപൊളിയായിട്ട് പതഞ്ഞ് തന്നെ വന്നിട്ടുണ്ട്. മതി കേട്ടോ, ജസ്റ്റ് കുറച്ച് മാത്രമേ ഒഴിച്ചിട്ടുള്ളൂ. പിന്നെ നമ്മൾ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ നേരെ ഇതിനെ എടുത്തുകൊണ്ട് പോയിട്ട് നമ്മുടെ ആ ഒരു ചീരകളിലേക്ക് ഡയറക്റ്റായിട്ട് തന്നെ നമുക്ക് ഒഴിക്കാം. ഇനി മറ്റൊന്നും ഇതിനകത്ത് ചെയ്യേണ്ട ആവശ്യമില്ല. നമുക്ക് ആ ഒഴിക്കാനെ കൊണ്ട് നമ്മളൊരു കപ്പ് എടുക്കുന്നുണ്ട്. കപ്പ് വെച്ച് കുറേശ്ശെ നമുക്ക് ഈ ഒരു ചീരകളുടെ ഓരോന്നിൻ്റെയും മൂട്ടിലേക്ക് ഒഴിച്ചു കൊടുക്കാം. വളരെ സിമ്പിളാണ് കേട്ടോ, വളരെ സിമ്പിൾ. ഞാൻ പറഞ്ഞതിൻ്റെ കൂട്ട് ഒന്നെങ്കിൽ നമുക്ക് ആട്ടിൻ കാഷ്ടം അല്ലെങ്കിൽ മുയലുണ്ടെങ്കിൽ മുയലിൻ്റെ കാഷ്ടം, അതുമല്ല നിങ്ങളുടെ വീട്ടിൽ കോഴി ഉണ്ടെന്നുണ്ടെങ്കിൽ കോഴിക്കാഷ്ടമാണെങ്കിലും മതിയാകും. പക്ഷേ കോഴിക്കാഷ്ടത്തിന് വളരെയധികം ചൂട് കൂടുതലാണ്. അതുകൊണ്ട് നല്ല രീതിയിൽ വെള്ളം നനച്ച് അതിൻ്റെ ചൂട് മാറ്റിയിട്ട് മാത്രമേ നമ്മളിതുപോലെ വെള്ളത്തിലിട്ട് വെക്കാവൂ. അല്ലെന്നുണ്ടെങ്കിൽ പറയുന്നതിൻ്റെ ചെടി വളരെ പെട്ടെന്ന് തന്നെ കരിഞ്ഞു പോകാൻ സാധ്യത കൂടുതലായിരിക്കും കേട്ടോ. അപ്പം ഇങ്ങനെ ചെയ്യുന്നതിലൂടെ നമ്മുടെ ഈ ഒരു മുയലും കാഷ്ടത്തിൻ്റെ മുഴുവൻ സത്തും നമ്മുടെ ഈ ഒരു ചീരയിലേക്ക് തന്നെയാണ് എത്തുന്നത്. അതോടുകൂടി നമ്മുടെ ചീര വളരെ പെട്ടെന്ന് തന്നെ നല്ല തിക്നെസ്സോടുകൂടി വളരാൻ സാധ്യത വളരെ കൂടുതലാണ്. അതുമാത്രമല്ല, ഞാൻ കഴിഞ്ഞ വീഡിയോയിലും പറഞ്ഞിരുന്നു, നമ്മുടെ ചീരകൾക്കിടയിൽ ഉണ്ടാകുന്നത് ഇതുപോലുള്ള ഈ ഒരു കളകൾ മുഴുവൻ അന്നേരം തന്നെ പറിച്ച് മാറ്റിയേക്കണം. ഇല്ലെന്നുണ്ടെങ്കിൽ നമ്മുടെ ചീരയെ ഇത് വിവിധ തരത്തിലുള്ള രോഗങ്ങൾക്കും അതുപോലെ തന്നെ ഇത് കരിഞ്ഞു പോകാനുള്ള സാധ്യതയും വളരെയധികമായിട്ട് കൂട്ടും.
അപ്പം ഈ ഒരു ചെറിയ കാര്യം തന്നെയാണ് എല്ലാവർക്കും ഇത് ഉപകാരപ്പെട്ട് കാണുമെന്ന് വിശ്വസിക്കുകയാണ്. കാരണം നമുക്ക് ഒരു രൂപ പോലും ചിലവില്ലാത്തൊരു വളമാണ് ഞാൻ ഇപ്പോഴും കാണിച്ചിരിക്കുന്നത്. നമ്മുടെ വീഡിയോയിലെല്ലാം നമ്മൾ പങ്കുവയ്ക്കുന്നതും അതുപോലുള്ള കാര്യങ്ങളാണ്. ആർക്കും വലിയ ചിലവൊന്നും ഇല്ലാത്ത രീതിയിലാണ് നമ്മൾ എല്ലാ വീഡിയോകളും കാണിച്ചിരിക്കുന്നത് കേട്ടോ. അപ്പോൾ ഇതും ആ ഒരു ഗണത്തിൽ തന്നെ പെടും. എല്ലാവർക്കും ഇത് ഉപകാരപ്പെട്ട് കാണുമെന്ന് വിശ്വസിച്ചുകൊണ്ട് ഇവിടെ വെച്ച് നിർത്തുകയാണ്. മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നവരേക്കും നമസ്കാരം.